ഓം ശ്രീ വിഷ്ണുമായേ നമഃ. ഇന്നിവിടെ പറയുന്നത് ശ്രീ വിഷ്ണുമായ അവതാരത്തെപ്പറ്റിയാണ്. പള്ളി നായാട്ടിന് പുറപ്പെട്ട ശ്രീ പരമേശ്വരൻ കുളീവനത്തിൽ വച്ച് കുളീവാക എന്ന വേടത്തിയെ കണ്ടു മോഹിച്ചു. ദേവി ഭക്തയായ കുളീവാകയുടെ പ്രാർത്ഥന കേട്ട് ശ്രീ പരമേശ്വരന് മുൻപിൽ പാർവതീദേവി കുളീവാകയായി പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ വിശ്വ മാതാപിതാക്കളായ ശ്രീ പാർവതി പരമേശ്വരുടെ പുത്രനായി ശ്രീ വിഷ്ണുമായ അവതരിച്ചു. ലോകമംഗളത്തിനായി അവതാരം കൈക്കൊണ്ട ശ്രീ വിഷ്ണുമായെ 7 വയസ്സുവരെ പോറ്റി വളർത്തുവാനുള്ള ഭാഗ്യം സിദ്ധിച്ചത് കുളീവാകയ്ക്കും കരിനീലയ്ക്കുമാണ്. സ്വാമി പമ്പാനദിയിൽ വെള്ളപ്പൊക്കത്തിൽ മുങ്ങിത്താണുകൊണ്ടിരുന്ന മലയവേട പാലകരെയും മായാഭക്തയായ രാഗമാലികയെയും രക്ഷിച്ചു. രാഗമാലികയ്ക്ക് നൈഷ്ഠിക ഭക്തി വരമായി നൽകി. പാർവതീ ശാപം മൂലം ഊറാമ്പുലിയും പെരുമ്പാമ്പുമായി ജനിച്ച വാഭരൻ, കഠൂവരൻ എന്നിങ്ങനെ പേരുകളുള്ള ശിവഭൂതങ്ങൾക്ക് പൂർവ്വരൂപം കൊടുത്ത് ഭൂതനാഥസ്ഥാനം നൽകി അനുഗ്രഹിച്ചു. ഭക്തരായ മലയവേട ജനങ്ങൾക്ക് ദർശനമേകി. പിന്നീട് പരമഭക്തനും വൃദ്ധനുമായ കണ്ഠൻ എന്ന വനവാസിക്ക് സർവൈശ്വര്യങ്ങളും ഭക്തവത്സലനായ ശ്രീവിഷ്ണുമായ ദേവൻ അനുഗ്രഹിച്ചു കൊടുത്തു. പിന്നീട് കുട്ടിപ്പട്ടരായി അവതാരം കൈക്കൊണ്ട് സ്വാമി ഭക്തജന സംരക്ഷണവും ദുഷ്ടശിക്ഷണവും നടത്തി പൂർവജന്മാർജിത കർമ്മഫലദോഷം നിമിത്തം മഹിഷി രൂപം ധരിച്ച് ലോകത്തെ ഭയപ്പെടുത്തിയ അസുരശക്തിയുടെ അഹങ്കാരം തീർത്തു. മഹിഷി പിന്നീട് ശബരി എന്ന നാമം സ്വീകരിച്ച് സ്വാമിയുടെ ഭക്തയായി തീർന്നു. പാർവതി നിർദ്ദേശമനുസരിച്ച് പുത്രഭാവത്തിൽ സ്നേഹിച്ച് പരിലാളിച്ച മായാബാലകനെ പുണ്യവതികളായ ആ അമ്മമാർ കൈലാസത്തിലേക്ക് യാത്രയാക്കി. ലോകകണ്ടകനായ ജലന്ധരാസുരനെ വധിക്കുന്നതിനു വേണ്ടി ശ്രീ വിഷ്ണുമായ ദേവൻ സുദർശന ചക്രമായി അവതാരം കൊണ്ടു. അഗസ്ത്യാഹൃദയമന്ത്രസ്വരൂപത്തിൽ അവതരിച്ച് ശ്രീരാമചാപമായ കോദണ്ഡമായ രൂപം കൊണ്ടു. കുംഭകർണനെയും രാവണനെയും രാക്ഷസവംശത്തെയും നശിപ്പിക്കുവാൻ ശ്രീരാമനെ സഹായിച്ചു. താമസ രാജസ സ്വാത്വിക ഉപാസനകളെ സ്വീകരിച്ചുകൊണ്ടും കലിയുഗവരദനായ ശ്രീധർമ്മശാസ്താവായി അധർമ്മത്തെ നശിപ്പിക്കുന്ന സംഹാരമൂർത്തിയായി വാണരുളുന്നു. ഓം ശ്രീ വിഷ്ണുമായേ നമഃ.